ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ഹാർഗ്രീവ് ആണോ, ജോൺസ് കെ ആണോ, ജെയിംസ് വാട്ട് ആണോ, ജോഹാൻസ് ഗുട്ടൻബർഗ് ആണോ? ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? അറിയാവോ? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. ജെയിംസ് ഹാർഗ്രീവ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതിൽ ടിക്ക് ചെയ്തിരിക്കാൻ നോക്കണ്ട, ഇതിലുള്ളത് മിക്കതും തെറ്റുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അശോകൻ ഉൾപ്പെടുന്ന രാജവംശം ഏതാണ്? ശാകന്മാർ, മൗര്യന്മാർ, ഗുപ്തന്മാർ, ചോളന്മാർ. എവിടെയാണ് അശോകൻ ഉൾപ്പെടുന്നത്? അശോകൻ പഠിച്ചതാ. എവിടെ അശോകൻ ഉൾപ്പെടുന്നത്? മൗര്യാസ് കേട്ടോ. മൗര്യന്മാരിലാണ് അശോകൻ ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചോർച്ച സിദ്ധാന്തവുമായി ബന്ധമുള്ളത് ആർക്കാണ്? ചോർച്ച സിദ്ധാന്തവുമായി ബന്ധമുള്ളത് WD ബാനർജിക്കാണോ, ബിപിൻ ചന്ദ്രപാലിനാണോ, ദാദാഭായ് നവറോജിയാണോ, അതോ രമേശ് ചന്ദ്രദത്താണോ? ആർക്കാണ് ചോർച്ച സിദ്ധാന്തവുമായിട്ട് ബന്ധമുള്ളത്? നമ്മുടെ ദാദാഭായ് നവറോജിക്കാണ് ചോർച്ച സിദ്ധാന്തവുമായിട്ട് ബന്ധമുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനമേത്? ഫിഷിംഗ്, ഗതാഗതം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ബാങ്കിങ്. ഏതാണ് ദ്വിതീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിൽ ഏർപ്പെടുന്ന പ്രവർത്തനം? നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഉണ്ട്. അതിനകത്ത് എവിടെയാണ് നമ്മുടെ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം? എവിടെയാണ്? നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഓരോന്നിൻ്റെയും മാനുഫാക്ചറിങ് ആണ് നമ്മുടെ ദ്വിതീയ പ്രവർത്തനത്തിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് കേട്ടോ. ബാങ്കിങ് അല്ല, ദ്വിതീയ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഓക്കെ, അടുത്തത്, കുട്ടികൾ സംഘമായി പ്രവർത്തിച്ച് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പഠനബോധന രീതി ഏതാണ്? നമുക്കറിയാമല്ലോ, നമ്മുടെ പെഡഗോഗിക്കൽ വൈസ് ചോദ്യങ്ങളുള്ളതാണ്. അതിൽ കുട്ടികൾ സംഘമായിട്ട് പ്രവർത്തിച്ച് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന പഠനബോധന രീതി ഏതാണ്? പ്രക്ഷേപണ തന്ത്രമാണോ, സഹകരണ പഠനമാണോ, പ്രശ്ന നിർദ്ധാരണമാണോ, സാമൂഹിക മിതിയാണോ? ഏതാണ് നമ്മുടെ സഹകരണ പഠനം, അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതുകൊണ്ട് കുട്ടികൾ സംഘമായി, ഒരു വാക്കിൽ തന്നെയുണ്ട്, സംഘമായിട്ട് പ്രവർത്തനങ്ങളിലൂടെ സഹകരണ പഠനം. ഇന്നലെ സൈക്കോളജിക്ക് ഉണ്ടായിരുന്നല്ലേ സംഘമായിട്ടുള്ളൊരു പഠന രീതി. അത് നമ്മുടെ ഇതിലേക്കാണ് നമ്മൾ പോയത് അല്ലേ. ഇനിയും, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മുടെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു കറണ്ടായിട്ടൊരു ചോദ്യമാണ്. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? സുപ്രീം കോടതിയാണോ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ, ലോകസഭയാണോ, രാജ്യസഭയാണോ? വരേണ്ടത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരം വരേണ്ടത് അല്ലേ. അടുത്ത ചൊവ്വാഴ്ചയോട് കൂടി റിസൾട്ട് വരും. ഇന്നലെ കൊണ്ട് തന്നെ എല്ലാം തന്നെ ഒതുങ്ങി അല്ലേ, ഇലക്ഷൻസ് എല്ലാം തന്നെ ഒതുങ്ങി. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം, അവിടെ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും കാണും കേട്ടോ. ഈ നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ പ്രകൃതി വൈവിധ്യം അവതരിപ്പിക്കുന്ന ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കുന്നു, വരപ്പിക്കുന്നു, നൃത്തം വയ്പ്പിക്കുന്നു. ഇവിടെ ടീച്ചർ ഉപയോഗിക്കുന്നത് കണ്ടോ, എന്താണ്? പ്രകൃതി വൈവിധ്യം ടീച്ചർ അവതരിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചർ അവിടെ എന്തൊക്കെ ചെയ്യുന്നു? കുട്ടികളെ കൊണ്ട് പാടിക്കുന്നു, വരപ്പിക്കുന്നു, നൃത്തം ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടീച്ചർ ഉപയോഗിച്ച തന്ത്രം ഏതാണ്? ബഹുമുഖ ബുദ്ധിയാണോ, ആശയധാരണയാണോ, പ്രശ്നാവതരണമാണോ, വൈകാരിക തലമാണോ? ഏതാണ്? 3-4 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താ ഒബ്വിയസ്ലി ഉള്ളത്? നമ്മുടെ ബഹുമുഖ ബുദ്ധി. കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ MI, ഹൊവാർഡ് ഗാർഡർ MI ആണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പം നമ്മളും ക്ലാസ് മുറിയിൽ ബഹുമുഖ ബുദ്ധിയുടെ പ്രവർത്തനം വേണം ചെയ്യാൻ. കാരണം ഒന്നിലധികം ബുദ്ധിസവിശേഷതയുള്ള കുട്ടികളെ നമുക്ക് ഒരുമിച്ച് ആക്ട് ചെയ്യാനും, ഇൻ കേസ് അതില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടത് എന്താണ് നമുക്ക് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഈ പറഞ്ഞ ബഹുമുഖ ബുദ്ധിയിലൂടെ നമുക്ക് സഹായിക്കും കേട്ടോ. ഓക്കെ, അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്ന സാന്ദ്രത ഏറ്റവും കുറവായത് ഏതാണ്? അതായത് നമ്മുടെ ഭൂമിയുടെ കോറിൽ ഏറ്റവും സാന്ദ്രത
കുറവായിട്ടുള്ള എന്നാണ് വെച്ചിരിക്കുന്നത്? ഭൂവൽക്കമാണോ, മാൻറ്റിലാണോ, പുറക്കാമ്പാണോ, അകക്കാമ്പാണോ? ഏറ്റവും സാന്ദ്രത കുറവുള്ള എവിടെയാണ്? നമ്മുടെ ക്രസ്റ്റിന് അല്ലെങ്കിൽ ഭൂവൽക്കത്തിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവായിട്ടുള്ളെങ്കിൽ ലെസ് ഡെൻസ് എന്ന് പറയും കേട്ടോ. അത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കമാണ് ഏറ്റവും സാന്ദ്രത കുറവുള്ളത്. ഇനിയും തെക്ക് ഇന്ത്യയുടെ മുഖ്യ കരഭാഗം ആരംഭിക്കുന്ന അക്ഷാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എവിടെയാണ് തുടങ്ങുന്നത്? നമ്മുടെ 8°4' വടക്കിലാണ് അല്ലേ? 8°4' നോർത്തിലാണ് എന്താരംഭിക്കുന്നത്? നമ്മുടെ തെക്ക് നിന്നും ഇന്ത്യയുടെ മുഖ്യ കരഭാഗം ആരംഭിക്കുന്ന അക്ഷാംശം കേട്ടോ. ഓർത്തിരിക്കണം, ഇന്ത്യയുടെ മുഖ്യ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സദേൺ പാർട്ട് നമ്മൾ NEW ന്യൂസ് എഴുതുമ്പോൾ ഇങ്ങനെ അല്ലേ? NEWS അല്ലേ? അതായത് തെക്ക് നിന്ന് ആരംഭിക്കുന്ന ഇന്ത്യയുടെ മുഖ്യ കരഭാഗം ആരംഭിക്കുന്ന എവിടെയാണ്? നമ്മുടെ 8°4' വടക്ക് നോർത്തിൽ നിന്നാണ് കരഭാഗം ആരംഭിക്കുന്നത് കേട്ടോ. NEWS ഇങ്ങനെ നമുക്ക് ദിശകളുടെ കണക്കൊക്കെ വരണം, ഇങ്ങനെ ഒരു പ്ലസ് സൈൻ ഇട്ട് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. NEWS എവിടെ വരുമെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് കേട്ടോ, നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്ത, ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യകാല സമരത്തെ കണ്ടെത്തുക. ചമ്പാരൻ, ഖിലാഫത്ത്, ചൗരി ചൗര, ക്വിറ്റ് ഇന്ത്യ. ഇതാണ് ആദ്യകാലത്ത് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചു വന്ന പാടെ നൽകിയ ആദ്യകാല സമരം ഏതാണ്? നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം കേട്ടോ. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെ വർഷങ്ങളും ചോദിച്ചിട്ട് നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞാണ്, അതിലേക്ക് നമ്മൾ ആൻസറിലേക്ക് വീണ്ടും ചാടുന്നില്ല കേട്ടോ. അപ്പം ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം നടന്ന വർഷം അറിയാമോ? ചമ്പാരൻ നടന്ന വർഷം 1917 കേട്ടോ. 15 അദ്ദേഹം തിരിച്ചെത്തി. 17 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാമ്പത്തിക വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യം അറിയപ്പെടുന്നത് എന്താണ്? അതായത് ഒരു സാമ്പത്തിക വർഷം എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ അന്തിമ സാധനങ്ങളുടെ സേവനങ്ങളുടെ പണമൂല്യം അറിയപ്പെടുന്നത് എന്താണ്? ദേശീയ വരുമാനം എന്നാണോ, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നാണോ, അറ്റദേശീയ ഉൽപ്പന്നമെന്നോ, മൊത്തം ദേശീയ ഉൽപ്പന്നമാണെന്നോ? നമുക്കറിയേണ്ടോ, ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമാണ്. അപ്പോൾ ഏതാണ് വരേണ്ടത്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, ഒരു സാമ്പത്തിക വർഷം ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തികളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ആകെ അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യം അറിയപ്പെടുന്നതാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നത്. ഇനിയും അനുരൂപീകരണം നടത്തുന്ന ടീച്ചിങ് മാനുവൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം, അനുരൂപീകരണം ചേർക്കണമെങ്കിൽ എവിടെ വരണം? അവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുള്ള കുട്ടികളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ IE ഉള്ള കുട്ടികളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസം നടക്കുന്ന കുട്ടികളുണ്ടായിരിക്കണം കേട്ടോ. ഓർത്തിരിക്കണം, അനുരൂപീകരണം അല്ലെങ്കിൽ അഡാപ്റ്റ് ടീച്ചിങ് മാനുവൽ ഉണ്ടായിരിക്കേണ്ടത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്, ലളിതവൽക്കരിക്കുന്നതിനല്ല, കുട്ടികളുടെ ശ്രദ്ധയ്ക്കല്ല, മെച്ചപ്പെട്ട ക്ലാസ് റൂം അനുഭവങ്ങൾ ഉറപ്പിക്കുന്നതിനല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യഥാർത്ഥ വസ്തുക്കളുടെ പ്രതിരൂപങ്ങൾ ഏതാണ്? യഥാർത്ഥ വസ്തുക്കളുടെ പ്രതിരൂപങ്ങൾ നമ്മുടെ എന്താ പറയുക, ഈ എക്സിബിഷൻസും കാര്യങ്ങളെല്ലാം നടത്തും. നമ്മൾ എന്താണ് യഥാർത്ഥ വസ്തുക്കളുടെ എന്തവിടെ കാണും? മോഡൽസ് കാണും, അല്ലെങ്കിൽ മാതൃകകൾ കാണും അല്ലേ? അപ്പോൾ ഓർത്തിരിക്കണം, യഥാർത്ഥ വസ്തുക്കളുടെ പ്രതിരൂപങ്ങൾ അറിയപ്പെടുന്നതാണ് മാതൃകകൾ കേട്ടോ. മാഗ്നറ്റിക് ബോർഡ് എന്ന് വെച്ചാൽ ബോർഡ് മാഗ്നറ്റിക് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുന്ന കാര്യങ്ങളാണ്. ഗ്രാഫുകൾ അറിയാമല്ലോ, നമുക്ക് സോഷ്യലിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന പറഞ്ഞാൽ ഗ്രാഫുകൾ, പിന്നെ മാപ്പുകൾ. മാപ്പും എല്ലാം നമ്മൾ എന്താണ് സോഷ്യൽ സയൻസിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നതാണ്. വർഷക്രമവും കാലക്രമവും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, യഥാർത്ഥ വസ്തുക്കളുടെ പ്രതിരൂപങ്ങൾ എന്താണ്? മാതൃകകളാണ്. അടുത്തത്, നിരന്തര മൂല്യനിർണ്ണയത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? നമുക്ക് ഒരു അപ്ഡേറ്റ് ആയിട്ട് ചോദ്യം ഇവിടെ നിന്ന് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. മൂല്യനിർണ്ണയം അതുപോലെ തന്നെ വിലയിരുത്തൽ, അവിടെ നിന്നൊരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അതിൽ നിരന്തര മൂല്യനിർണ്ണയം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ്റെ ഭാഗമല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വയം വിലയിരുത്തലാണോ, ക്ലാസ് ടെസ്റ്റ് ആണോ, പാദവാർഷിക പരീക്ഷയാണോ, പരസ്പര വിലയിരുത്തലാണോ? നമുക്കറിയില്ല ഏതാണ്? നമ്മുടെ ടേമിൻ്റെ എക്സാമിനേഷൻ അല്ലെങ്കിൽ നമ്മുടെ പാദവാർഷിക പരീക്ഷയാണ് എന്തിൻ്റെ അല്ലാത്തത്? നിരന്തര മൂല്യത്തിൻ്റെ ഭാഗമല്ലാത്തത്. ബാക്കിയെല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടല്ലേ? സ്വയം വിലയിരുത്തുന്നതും
ക്ലാസ് റൂം ടെസ്റ്റ് നടത്തുന്നതും പരസ്പര വിലയിരുത്തലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഇവാലുവേഷനാണ്. പാദവാർഷിക പരീക്ഷ എന്താണ്? നമ്മുടെ പഠനത്തിനായുള്ള പഠനത്തെ വിലയിരുത്തൽ കേട്ടോ. അതൊരു വിലയിരുത്തലിൻ്റെ ഭാഗം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാന്റ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? VKRV രാവു ആണോ, അമർത്യ ആണോ, M വിശ്വേശ്വരയ്യ ആണോ, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണോ? പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് അപ്ഡേറ്റഡ് ആണ്, GK ആണ്, നോക്കണം. ആരാണ്? നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പ്ലാന്റ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത് കേട്ടോ. ഓർത്തിരിക്കണം, പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക ശാസ്ത്ര തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ സാമൂഹിക ശാസ്ത്ര പ്രശ്നങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണന നൽകേണ്ടതില്ലെന്ന് തോന്നുന്ന പ്രസ്താവന ഏതാണ്? ഭിന്നശേഷിക്കാരെ പരിഗണിക്കൽ, പ്രായോഗിക ജീവിത ബന്ധം, പരസ്പര ബന്ധിതം, പ്രയാസമേറിയ പ്രശ്നങ്ങൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, നമുക്ക് എന്താണ് ഒറ്റ വായനയിൽ തന്നെ ഉത്തരം കിട്ടിയതാണ്. നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണന നൽകേണ്ടതില്ലെന്ന് അല്ലേ തോന്നുന്ന പ്രസ്താവനയാണ് പ്രയാസമേറിയ പ്രശ്നങ്ങൾ. ബാക്കി എല്ലാം തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ പരിഗണിച്ച് കൊണ്ടുപോകേണ്ട ഒരെണ്ണമാണ് കേട്ടോ. കാരണം നമുക്ക് ഭിന്നശേഷിക്കാരെ പരിഗണിക്കൽ വേണം, പ്രായോഗിക ജീവിതത്തിലുള്ള ബന്ധം വേണം, പരസ്പര ബന്ധിതമാണ് അല്ലെങ്കിൽ പരിസര ബന്ധിതമാണ് അല്ലേ. അത് നമ്മൾ എല്ലാ സബ്ജക്റ്റും നോക്കണം കേട്ടോ. ഈ പരിസര ബന്ധം അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് കണക്റ്റായി കിടക്കുന്നു എന്ന് പരിസര ബന്ധിതമായിട്ട് വേണം എല്ലാ സബ്ജക്റ്റും. അപ്പോൾ കുട്ടികൾക്കത് കൂടുതൽ എളുപ്പം മനസ്സിലാകാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിലേക്ക് പ്രശ്ന നിർദ്ധാരണത്തിലേക്കും പ്രശ്ന പരിഗണനത്തിലേക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചേരാനും കുട്ടികളെ കൊണ്ട് സഹായിക്കും കേട്ടോ. ഇനിയും ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിരം സഭ ഏതാണ്? രാജ്യസഭയാണോ, ലോകസഭയാണോ, കൗൺസിലിലെ മന്ത്രിമാരാണോ, നിയമസഭയാണോ? ഇന്ത്യൻ പാർലമെൻറ്റിലെ സ്ഥിരം സഭ, പെർമനൻറ്റ് ഹൗസ് ഓഫ് ദി ഇന്ത്യൻ പാർലമെൻറ്റ് ഏതാണ്? നമ്മുടെ രാജ്യസഭ അല്ലേ. എപ്പോഴും നമുക്ക് പത്രത്തിലൊക്കെ ഉള്ളതാണ് അല്ലേ, രാജ്യസഭാ മീറ്റിങ്ങും അതുപോലെ തന്നെയുള്ള ഇതിനും ഒക്കെ കോൺഫറൻസിനൊക്കെ വിളിച്ചു കൂട്ടി എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിരം സഭയാണ് രാജ്യസഭ കേട്ടോ. രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സ്ഥിരം സഭയായിട്ട് അറിയപ്പെടുന്നത്. ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഷാ കമ്മീഷനാണോ, സർക്കാരീയ കമ്മീഷനാണോ, തുങ്കൻ കമ്മീഷനാണോ, കോത്താരി കമ്മീഷനാണോ? ഏതാണ്? കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? സർക്കാരീയ കമ്മീഷനാണ് ആൻസറായിട്ട് വരേണ്ടത് കേട്ടോ. സർക്കാരീയ കമ്മീഷനാണ് ആൻസറായിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾ വിവിധ സ്രോതസ്സിൽ നിന്നും ശേഖരിക്കുന്ന വാർത്താശകലങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഉപാധി ഏതാണ്? ബുള്ളറ്റിൻ ബോർഡ് കേട്ടോ. എപ്പിസ്കോപ്പ് അല്ല, ഡൈഡ്രോമ അല്ല, ബുള്ളറ്റിൻ ബോർഡ് മാതൃകകൾ. നമ്മളിപ്പോൾ മാതൃകയുടെ ആൻസർ ഉണ്ടായിരുന്നു. അടുത്ത് നമ്മുടെ കുട്ടികൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ശേഖരിക്കുന്ന വാർത്താശകലങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഉപാധിയാണ് ബുള്ളറ്റിൻ ബോർഡ്. നമ്മുടെ എല്ലാ സ്കൂളിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ, നമ്മളുകൊണ്ട് പിൻ ചെയ്ത് വെക്കുക. നോട്ടീസ് ബോർഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലേ, അതാണ് ബുള്ളറ്റിൻ ബോർഡിൻ്റെ മറ്റൊരു വാക്ക് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടൈം ലൈനിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചിത്രങ്ങൾ ചാർട്ടുകൾ, കാർട്ടൂണുകൾ സംഭവങ്ങൾ, പോസ്റ്ററുകൾ വർഷങ്ങൾ, സംഭവങ്ങൾ വർഷങ്ങൾ. ഏതാണ് ഒരു ടൈം ലൈനിലെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ? ഏതാണ്? ഒരു ടൈം ലൈൻ തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെ? നമ്മൾ ഇയേഴ്സ് ആൻഡ് ഇവൻറ്റ് അല്ലെങ്കിൽ വർഷങ്ങളും സംഭവങ്ങൾക്കുമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ. നമ്മളിപ്പം ഓരോ സംഭവങ്ങളിൽ ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം ലൈൻ തയ്യാറാക്കുമ്പോൾ ഏത് വർഷം എന്നൊക്കെ സംഭവങ്ങൾ നടന്നല്ലേ. ഇപ്പം നമ്മൾ ചവര 1917 നമ്മൾ എഴുതി പോവില്ലേ. അപ്പോൾ എന്താണ് അവിടെ വർഷങ്ങൾ സംഭവങ്ങൾക്കാണ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുറിയിൽ ഇങ്ങനെ വർഷങ്ങളനുസരിച്ച് നമ്മൾ അറേഞ്ച് ആക്കി എഴുതി വിടുവാണെങ്കിൽ അല്ലേ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് ഓരോ വർഷം അനുസരിച്ച് ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് എഴുതിയിടാമെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാനും അതുപോലെ തന്നെ പഠിക്കുവാനും എളുപ്പമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചിങ് മാനുവലിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണ്? പഠന പ്രക്രിയകൾ, പഠന ഉൽപ്പന്നങ്ങൾ, ഉപാഖ്യാനങ്ങൾ, പ്രതികരണം. ഏതാണ് ഭാഗമല്ലാത്തത്? ഡയറക്റ്റ് ചോദ്യമാണ്. നമുക്കറിയാം നമ്മളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഉപാഖ്യാനങ്ങൾ അല്ലെങ്കിൽ അനക്ഡോട്ട്സ് ആണ് ടീച്ചിങ് മാനുവലിൻ്റെ ഭാഗമല്ലാത്തതായിട്ടുള്ളത്. അതെന്താണ്? കുട്ടികളുടെ അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എഴുതുന്ന
മറ്റൊരു റെക്കോർഡാണ് ടീച്ചിങ് മാനുവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നത് കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് എത്ര കാലം വരെ പദവി വഹിക്കാനായിട്ടാവും? ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് എത്ര വയസ്സ് വരെ നമ്മുടെ തൻ്റെ പദവി വഹിക്കാനായിട്ടാവും? നെറ്റിലുള്ള ആൻസർ 62ആണ്, പക്ഷെ 62 അല്ല, ശരിക്കും ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ വെച്ചുകൊണ്ട് 65ആണ് എന്താണ് സുപ്രീം കോടതി ജഡ്ജിന് തൻ്റെ പദവി വഹിക്കാനായിട്ടുള്ള കാലഘട്ടം കേട്ടോ. 65 വയസ്സാണ് ഒരു സുപ്രീം കോടതി ജഡ്ജിക്ക് തൻ്റെ പദവി വഹിക്കാനായിട്ടുള്ള കാലഘട്ടം കേട്ടോ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇനിയും ചുവടെ നൽകിയിട്ടുള്ള വിമർശന ചിന്ത, ക്രിയാത്മക ചിന്ത എന്നിവ വളരാൻ കൂടുതൽ സഹായിക്കുന്നത് എന്താണ്? ഉണ്ടോ, ക്രിയാത്മക ചിന്ത വേണം, അതുപോലെ തന്നെ വിമർശനാത്മക ചിന്ത വേണം. ഇത് രണ്ടും കൂടുതലായിട്ട് വളരാൻ സഹായിക്കുന്ന പട്ടികകളാണോ, ടൈം ലൈനുകളാണോ, അതുപോലെ തന്നെ കാർട്ടൂണുകളാണോ, അതോ നമ്മുടെ അസൈൻമെൻറ്റുകളാണോ? നമുക്കറിയാം ക്രിയാത്മക ചിന്ത അതുപോലെ തന്നെ വിമർശനാത്മക ചിന്ത വളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കാർട്ടൂണുകൾ കേട്ടോ. കൊച്ചു ക്ലാസ്സിൽ കുട്ടികളെ ഈ പറഞ്ഞ കാർട്ടൂൺ കാണിച്ച് അതിൻ്റെ എന്താണ് മനസ്സിലായെന്ന് കുട്ടികളോട് എഴുതാൻ പറഞ്ഞാൽ അത് നല്ല സ്വഭാവമായിരിക്കും കേട്ടോ. അതായത് നല്ല കാര്യങ്ങളായിട്ട് കുട്ടികൾക്ക് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരങ്ങളിൽ ഏറ്റവും വേഗമുള്ളത് ഏതാണ്? ഭൂകമ്പ തരംഗങ്ങളിൽ ഏറ്റവും വേഗമുള്ളത് ഏതിനാണ്? എസ് തരംഗങ്ങൾക്കാണോ, പി തരംഗങ്ങൾക്കാണോ, എൽ തരംഗങ്ങൾക്കാണോ, ആർ തരംഗങ്ങളാണോ? ഇത് നമ്മുടെ ടോപ്പിക്കിൽ ഇല്ലാത്തൊരു ചോദ്യം കയറി വന്നത് കേട്ടോ. ഭൂകമ്പ തരംഗങ്ങൾ ഏറ്റവും വേഗതയുള്ളത് പി വേവ്സിന് കേട്ടോ. അതായത് സീസ്മിക് വേവിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് പി തരംഗങ്ങളാണ്, ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഇനിയും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിള ഏതാണ്? നമുക്കറിയാം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന വിളയാണ് നമ്മുടെ കൃഷി ചെയ്യുന്ന റാബി വിള കേട്ടോ. റാബി വിള എന്നാണ് വെച്ചിരിക്കുന്നത്. നെല്ലാണോ, കരിമ്പാണോ, ചണമാണോ, ഗോതമ്പാണോ? ഏതാണ്? നമ്മുടെ ഗോതമ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിള ചെയ്യുന്ന റാബി വിള കേട്ടോ. വിളകൾ ഇമ്പോർട്ടൻ്റ് ആണ്. റാബി, ഖാരിഫ് അതുപോലെ തന്നെയുള്ള വിളകൾ മിക്കപ്പോഴും ചോദ്യപേപ്പറുകളാണ്. സോ അത് നല്ലപോലെ നോക്കിയിട്ട് വേണം കേട്ടോ. ഇന്ന് 1 മാർക്ക് എന്നാണേലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അടുത്തത്, ഒരേ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സമതലങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂകമ്പങ്ങൾ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ എന്താണ്? ഐസോ ബാർ ആണോ, ഐസോ ക്രോൺ ആണോ, ഐസോ ഹൈറ്റ്സ് ആണോ, ഐസോ നൈഫുകളാണോ? ഏതാണ്? നമ്മുടെ ഐസോ ബാറുകളാണ്. നമ്മൾക്കറിയാലോ അറ്റ്മോസ്ഫിയർ ഇതിനെ അറിയാം നമ്മൾ ബാരോമീറ്റർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസോ ബാറുകളാണ് ഒരേ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഭൂഘടകങ്ങൾ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ കേട്ടോ. അടുത്തത്, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നോക്കിയിട്ടുണ്ടോ? കാരണം അടുത്ത പോലെ സെൻസസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഏത് വർഷമാണ് ലാസ്റ്റ് സെൻസസ് നടന്നത്? അത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ പറഞ്ഞ BSc പരീക്ഷകൾ നടത്തുന്ന മിക്കതിനകത്തുണ്ട് ലാസ്റ്റ് സെൻസസ് നടന്ന വർഷം. അതുപോലെ തന്നെ ഇനി സെൻസസ് നടക്കാൻ പോകുന്ന വർഷങ്ങൾ അത് 2011 കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതായിരുന്നു? നമ്മുടെ അരുണാചൽ പ്രദേശ് കേട്ടോ. 2011 സെൻസസ് പ്രകാരം ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് കേട്ടോ. അപ്പോൾ സെൻസസ് നടത്താൻ പോകുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ BSc പരീക്ഷകളിലും അങ്ങനത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും വരുന്ന വർഷങ്ങൾ, അതായത് 25 അവസാനവും 26 തുടക്കത്തോടു കൂടി, 24 അവസാനം 25 തുടക്കത്തോടു കൂടി അടുത്ത സെൻസസ് നടക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നടക്കുമെന്നാണ് പൊതുവെ പറയുന്ന അറിയിപ്പ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു ചോദ്യം ചോദിക്കും കേട്ടോ. ലാസ്റ്റ് നടന്നത് 2011. അടുത്തത്, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത് ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണോ, കഴ്സൺ പ്രഭുവാണോ, മൗണ്ട് ബാറ്റൻ പ്രഭുവാണോ, വെസ്സല്ലി പ്രഭുവാണോ? നമ്മൾ കണ്ടതാണ്. ഏതാണ്? നമ്മുടെ വെസ്സല്ലി പ്രഭുവാണ് നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇനി അടുത്തത്, ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നതാണ്. നിറങ്ങൾ പഠിക്കണം ഭൂപടത്തിലെ, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ചോദ്യം അവിടെ നിന്ന് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ. അതായത് ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്ന ഏതാണ്? നമ്മുടെ കൃഷിയിടമാണോ, വനമാണോ, ജലാശയമാണോ, മണൽക്കൂനയാണോ? ഏതാണ് മഞ്ഞ നിറങ്ങൾ സൂചിപ്പിക്കുന്നത്? മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്
കൃഷിയിടങ്ങൾ കേട്ടോ. മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളാണ്. ഇനിയും സൗരയൂഥത്തിലെ ആന്തരഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ബുധനാണോ, ശുക്രനാണോ, ഭൂമിയാണോ, ചൊവ്വയാണോ? നമ്മുടെ സൗരയൂഥത്തിലെ ആന്തര ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? സ്മോളസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? നമ്മുടെ ബുധൻ അല്ലെങ്കിൽ മെർക്കുറിയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. സൗരയൂഥത്തിനകത്തുനിന്നുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ എട്ടിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കും കേട്ടോ. അടുത്തത് ഇന്ത്യൻ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് വർഷങ്ങളാണ്? ഇന്ത്യൻ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 956, 59, 966, 69, 976, 79, 86, 89. മാറിപ്പോകരുത്. 66, 69 കാലഘട്ടമാണ് ഇന്ത്യൻ പ്ലാൻ ഹോളിഡേ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലം കേട്ടോ. ഓർത്തിരിക്കണം, ഇന്ത്യൻ പ്ലാൻ ഹോളിഡേ അറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ്? നമ്മുടെ 66, 69 ആണ് ഇന്ത്യയിലെ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, ഛത്രപതി എന്ന സ്ഥാനപ്പേരുമായി ബന്ധമുള്ള ആരാണ്? ഒരുപാട് വട്ടം നമ്മൾ കണ്ടതാ. ജഹാംഗീർ ആണോ, ശിവാജി ആണോ, കൃഷ്ണ ദേവരായരാണോ, ബാൽബറാണോ? ആരാണ് ഛത്രപതി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്? നമ്മുടെ ശിവാജി കേട്ടോ. ശിവാജിയാണ് ഛത്രപതി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണോ, ടി കെ മാധവനാണോ, അതേപോലെ തന്നെ മന്നത്ത് പത്മനാഭനാണോ, പി കൃഷ്ണപിള്ളിയാണോ? ആരാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? സവർണയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് മുന്നോട്ട് കടന്നു വന്ന വ്യക്തി ആരാണ്? നമ്മുടെ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാ? മന്നത്ത് പത്മനാഭൻ കേട്ടോ. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. അടുത്തത്, കുളച്ചിൻ യുദ്ധം നടന്ന കാലഘട്ടം. കുളച്ചിൻ യുദ്ധം നടന്ന കാലഘട്ടം 1600, 1498, 1757, 1741. എവിടെയാണ് കുളച്ചിൻ യുദ്ധം നടന്നത്? നമ്മുടെ 1757 കുളച്ചിൻ യുദ്ധം നടന്ന കാലഘട്ടം. അടുത്തത്, ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബേലൂരാണോ, തഞ്ചാവൂറാണോ, മഹാബലിപുരമാണോ, മധുരയാണോ? ഓർത്തിരിക്കണം, തഞ്ചാവൂരിലാണ് ബൃഹദീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത്, സാമൂഹിക ശാസ്ത്ര പഠനത്തിൽ സർഗാത്മകത വളർത്താൻ അനുയോജ്യമായിട്ടുള്ള ഏതാണ്? കഥ പറയലാണോ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണോ, പ്രയാസമേറിയ പ്രവർത്തനങ്ങൾ ചെയ്യിക്കുകയാണോ, അസൈൻമെൻറ്റുകൾ കൊടുക്കുകയാണോ? ഏതാണ് സാമൂഹിക ശാസ്ത്ര പഠന ക്ലാസ്സിൽ സർഗാത്മകത ക്രിയേറ്റിവിറ്റി വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ബ്രെയിൻ സ്റ്റോമിംഗ് കേട്ടോ. അത് സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിലല്ല, എല്ലാ ക്ലാസ്സിലും തന്നെ കുട്ടികളുടെ സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വളർത്താൻ അനുയോജ്യമായിട്ടുള്ളവരാണ് ഈ പറഞ്ഞത് ബ്രെയിൻ സ്റ്റോമിംഗ്. അതായത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു പോകുന്നത്. അടുത്തത്, ഗ്രാഫ് നിർമ്മാണ വേളയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? സാമൂഹിക ശാസ്ത്ര തത്വങ്ങളാണോ, സാംഘിക ശാസ്ത്ര തത്വങ്ങളാണോ, ബോധനശാസ്ത്ര തത്വങ്ങളാണോ, ക്രിയാബന്ധ തത്വങ്ങളാണോ? നമ്മളൊരു ഗ്രാഫ് നിർമ്മിക്കാനായിട്ട് പോവുകയാണ്. അവിടെ നമ്മൾ ഏറ്റവും നോക്കേണ്ടതാണ് സ്റ്റാറ്റിക്സൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സാംഘിക ശാസ്ത്ര തത്വങ്ങളാണ് നമ്മളവിടെ നോക്കേണ്ടത് കേട്ടോ. സ്റ്റാറ്റിക്കൽ പ്രിൻസിപ്പിളാണ് നമ്മളവിടെ നോക്കേണ്ടത് കേട്ടോ. അടുത്തത്, UNOയുടെ ആസ്ഥാനം എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആണ് കേട്ടോ. UNOയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മുടെ ഹേഗ് ആണോ, ജനീവയാണോ, ന്യൂയോർക്ക് ആണോ, വാഷിങ്ടൺ DC ആണോ? എവിടെയാണ് UNOയുടെ ആസ്ഥാനം? നമ്മുടെ ന്യൂയോർക്കിൽ കേട്ടോ. ന്യൂയോർക്കിലാണ് UNOയുടെ ആസ്ഥാനം അറിയപ്പെടുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UNO ഈസ് ഇൻ ന്യൂയോർക്ക് കേട്ടോ. അത് റിപ്പീറ്റഡ് ആണ്, നോക്കണം. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? നമ്മുടെ വേമ്പനാട്ട് കായൽ കേട്ടോ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേട്ടോ. ബേപ്പൂറല്ല, വേളിയല്ല, അഷ്ടമുടി കായലല്ല, ഏറ്റവും വലിയ കായൽ ഏതാണ്? നമ്മുടെ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു 6-7 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാൽ സോഷ്യൽ സയൻസ് ഭാഗത്തുനിന്ന് അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടുള്ള കേരളത്തിലെ ജോഗ്രഫി എന്ന് പറഞ്ഞ ടോപ്പിക് എന്നുള്ളതാണ്. കേരള ജോഗ്രഫിക്കകത്ത് കടന്നു വരുന്നൊരു മെയിൻ ടോപ്പിക്കാണ് ഈ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേട്ടോ. ഓർത്തിരിക്കണം, വേമ്പനാട്ട് കായൽ. ഇനി ബോങ്കർ സീറ്റിന് കാരണമാകുന്നത് എന്താണ്? ജലമലിനീകരണമാണോ, ശബ്ദമലിനീകരണമാണോ, വായു മലിനീകരണമാണോ, കരമലിനീകരണമാണോ? നമുക്കറിയാമല്ലോ, നമുക്കിപ്പോഴും കട കാണുന്നതല്ല നമ്മുടെ ലങ്സിൻ്റെ പടം. അവിടെ വരണമെങ്കിൽ എന്ത് വരണം? നമ്മുടെ
വായു മലിനീകരണം കേട്ടോ, നമ്മുടെ വായു മലിനീകരണമാണ് ബ്രോങ്കൈറ്റിസിന് കാരണമാകുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വകാര്യ ബാങ്ക് അല്ലാത്തത് HDFC ബാങ്കാണോ അതോ ICICI ബാങ്കാണോ ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് ആണോ കാനറ ബാങ്ക് ആണോ? സ്വകാര്യ ബാങ്ക് അല്ലാത്തത് ഏതാണ്? പ്രൈവറ്റ് ബാങ്ക് അല്ലാത്തത് കാനറ ബാങ്കാണ് കേട്ടോ. കാനറ ബാങ്കാണ് പ്രൈവറ്റ് ബാങ്ക് അല്ലാത്തത്. HDFC, ICICI, ആക്സിസ് ബാങ്ക് എല്ലാം എന്താണ്? നമ്മുടെ പ്രൈവറ്റ് ബാങ്കാണ്. കാനറ ബാങ്ക് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്തത്, അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൗഠില്യനാണോ ഹരിസേനനാണോ കാളിദാസനാണോ വിഷാദത്തകനാണോ? ആരാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? കൗഠില്യൻ കേട്ടോ. കൗഠില്യനാണ് അർത്ഥശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാഠ്യപദ്ധതിയിലെ ചാക്രിയ ആരോഹണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട പ്രിയാഷെ ബ്രൂണർ, ഗാഗ്നെ വൈഗോസ്കി അല്ലേ? ഈ സെയിം ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നു. ആരാണ്? നമ്മുടെ ബ്രൂണർ. ചാക്രിയ ആരോഹണ രീതിയുടെ ഉപജ്ഞാതാവാണ് ബ്രൂണർ. പ്രിയാഷെ അല്ല, ഗാഗ്നെ അല്ല, വിഗോസ്കി അല്ല. ചാക്രികാരണ രീതി, അതുപോലെ തന്നെ കണ്ടെത്തൽ പഠനം, ഇതെല്ലാം നമ്മുടെ ബ്രൂണറുടെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ ഇനം ഗ്രാഫുകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സമയരേഖ, പൈഗ്രാഫ്, ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ്. ഏതാണ് വരാത്തത്? സമയരേഖ. അതൊരു ഗ്രാഫ് അല്ല, അതൊരു ടൈം ലൈൻ ചാർട്ടാണ് കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ വിവിധ ഇനം ഗ്രാഫുകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നമ്മുടെ പൈഗ്രാഫാണ് അതിൻ്റെ കൂട്ടത്തിൽ പെടാത്തത് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തതാണ് നമ്മുടെ സമയഗ്രാഫ്. അടുത്ത ക്വസ്റ്റ്യൻ, പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇറ്റലി, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്. പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ് കേട്ടോ. പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്, ഓർത്തിരിക്കണം. അടുത്തത്, ഉത്തര പർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപീതീയ പീഠഭൂമിയാണോ? തീരസമതലമാണോ? സിന്ധു ഗംഗ സമതലമാണോ? ധാർ മരുഭൂമിയാണോ? ഉത്തര പർവ്വതയ്ക്ക് നോർത്തേൺ മൗണ്ടൻസിന് തൊട്ട് തെക്കായിട്ട് സദേണായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം. നമുക്ക് ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുകയാണ് അവിടെ വരേണ്ടത് നമ്മുടെ സിന്ധു ഗംഗ സമതലം കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ ഉത്തര പർവ്വതയ്ക്ക് തൊട്ട് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മാപ്പിനകത്ത് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യൻ മാപ്പിനകത്ത് അതിൽ സിന്ധു ഗംഗ സമതലമാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം കേട്ടോ. ഇനിയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആസാം, കർണാടക, മധ്യപ്രദേശ്, കേരളം. വേറൊരിടത്തുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കയറിപ്പോകുന്നത് നമ്മുടെ ഇവിടെ നിന്നാണ്, നമ്മുടെ കേരളത്തിൽ നിന്നത്. കേരളത്തിലെ കോട്ടയത്തു നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടും കയറുന്നത് കേട്ടോ. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം, റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, കറണ്ട് ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്. ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്. ഏതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? നമ്മുടെ ലാറ്ററൈറ്റ് സോയിൽ കേട്ടോ, ഓർത്തിരിക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. എക്കൽ മണ്ണ് നമ്മുടെ അലൂവിയൽ സോയിൽ നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ്, അരുവികളുടെ തീരത്തൊക്കെ കാണപ്പെടുന്നതാണ് എക്കൽ മണ്ണായിട്ട് അറിയപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം കേട്ടോ. ഓക്കെ, അടുത്തത്, പഠന നേട്ടങ്ങളുടെ സവിശേഷതയിൽ ഏറ്റവും പ്രധാനമായത് ഏതാണ്? പൊതുവായതാണോ, വിശാലമായതാണോ, നിരീക്ഷിക്കാനും അളക്കാനും കഴിയുന്നതാണോ, പരീക്ഷാ ബിന്ദുവാണോ? ഇത് റിപ്പീറ്റഡ് ആണ്. ഏതാണ് പഠന നേട്ടങ്ങളുടെ സവിശേഷതയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? ഒബ്സർവബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കണം അല്ലേ? നിരീക്ഷിക്കാനും അളക്കുവാനും കഴിയുന്നതായിരിക്കണം നമ്മുടെ പഠന നേട്ടങ്ങൾ. അല്ലാത്ത പക്ഷം അതിന് എന്താണ് വാല്യൂ ഇല്ലാതായി പോകും അല്ലേ? അല്ലെങ്കിൽ അതിനൊരു എന്തില്ലാതായി പോകും, നമുക്കതിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനെ വിലയിരുത്താൻ പറ്റാതായിട്ട് മാറും. അപ്പോൾ ഓർത്തിരിക്കണം, പഠന നേട്ടങ്ങൾ സവിശേഷതയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അത് നിരീക്ഷിക്കാനും അളക്കുവാനും കഴിയുന്നതായിരിക്കണം. അടുത്തത്, സാമൂഹ്യ ശാസ്ത്ര അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവെന്താണ്? അറിവ് പകർന്നു നൽകലാണോ? പ്രയാസമുള്ളവ ഓർമ്മിക്കാൻ പഠിപ്പിക്കലാണോ? പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പിക്കലാണോ? അറിവ് നിർമ്മിക്കാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കലാണോ? ഏതാണ് സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവ്? സാമൂഹ്യശാസ്ത്രം എന്നല്ല, ഏത് ക്ലാസ്സിലാണേലും അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവ് എന്താണ്? അറിവ് നിർമ്മിക്കാൻ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. അവരെ തന്നെ എൻകറേജ് ചെയ്യുക, എന്തിനു വേണ്ടി? നോളേജ് ഡെവലപ്പ് ചെയ്യുവാനായിട്ട് കേട്ടോ. ആ കാര്യമാണ് അത്. സാമൂഹ്യശാസ്ത്രം എന്നല്ല, ഏത് ക്ലാസ്സിലാണേലും കേട്ടോ. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവ് എന്താണ്? അറിവ് നിർമ്മിക്കാണ്ട് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തത്,
രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം കൈകാര്യം ചെയ്യപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടന ഏത്? രാജ്യങ്ങൾ തമ്മിലാണ് കേട്ടോ, പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ എന്താണ് വ്യാപാരം ചെയ്യാനായിട്ട് കഴിയുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? നമ്മുടെ IMF ആണോ, WTO ആണോ, അതോ ഹു ആണോ, IBRD ആണോ? ഏതാണ്? നമ്മുടെ WTO കേട്ടോ, ഓർത്തിരിക്കണം. WTO ആണ് നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ എന്ത് നടത്താനായിട്ട്, വ്യാപാരം കൈകാര്യം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കേട്ടിട്ടില്ലേ? അതാണ് WTO കേട്ടോ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതാണ് WTO ആയിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം കൈപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടന. ഇനിയും ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലെ സുപ്രധാന ഘടകം ഏതാണ്? ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്. അവിടെയുള്ള സുപ്രധാനമായിട്ടുള്ള ഘടകം ഏതാ? കുട്ടിയാണോ, അധ്യാപകനാണോ, പഠന വസ്തുക്കളാണോ, ഉൽപ്പന്നങ്ങളാണോ? ഇവിടുന്ന് മിക്കപ്പോഴും ചോദിക്കുന്നതിനകത്ത് കുട്ടി എന്ന് ചോദിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കുട്ടി എന്ന് കാണുന്നത്. എപ്പോഴും പഠിതാവ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ, ഓർത്തിരിക്കണം. ആ വാക്കാണ് മിക്കപ്പോഴും പരീക്ഷാപേപ്പറിലുള്ളത്. പഠിതാവ് എന്ന് പറഞ്ഞ വാക്കാണ്. ആരാണോ പഠിക്കുന്നത് അവനാണ് പഠിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടിയല്ലേ പഠിക്കുന്നത്. സോ കുട്ടിയാണ് പഠിതാവ്, ലേണറാണ്. അപ്പോൾ ഓർത്തിരിക്കണം, ശിശുകേന്ദ്ര വിദ്യാഭ്യാസത്തിലെ സുപ്രധാന ഘടകം ആരാണ്? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആരാണ്? നമ്മുടെ കുട്ടി തന്നെ, അല്ലെങ്കിൽ പഠിതാവ് തന്നെ കേട്ടോ. പഠിതാവ് എന്നാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളത്. സോ കുട്ടി എന്ന് ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. ഓർത്തിരിക്കണം, കുട്ടി, പഠിതാവ് എല്ലാം ഒരാൾ തന്നെ കേട്ടോ. ലേണർ എന്നാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അടുത്തത്, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഓരോ തവണയും നടക്കുന്നത് എപ്പോഴാണ്? ഓരോ പഞ്ചായത്ത് ഇലക്ഷൻ നമുക്കറിയാലോ, ഇനിയും 2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് വരും അല്ലേ. ഓരോ 5 വർഷം കഴിയുമ്പോഴാണ് നമ്മുടെ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഇല്ല, അവർ മാറുന്ന കാര്യം ചോദിക്കുന്നത്. അവർ 5 വർഷം കൂടുമ്പോഴാണ് മാറി വരുന്നത്. ഇനിയും നിരന്തര വിലയിരുത്താൻ ബന്ധപ്പെടുന്ന ഏതാണ്? പഠന നേട്ടമാണോ, പഠന ഉദ്ദേശമാണോ, ദൃശ്യശ്രാവ്യ ഉപാധികളാണോ, നിരീക്ഷണ കുറിപ്പുകളാണോ? നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം, നിരീക്ഷണ കുറിപ്പുകളാണ് നമ്മുടെ നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. പഠന നേട്ടം, പഠന ഉദ്ദേശം, ദൃശ്യ ഉപാധികളെല്ലാം നമുക്ക് എല്ലാ ക്ലാസ്സിലും വേണമെന്നില്ല, ശരിയല്ലേ? പക്ഷെ പഠന നേട്ടം വേണം. അത് ഒരു വിലയിരുത്തൽ തന്ത്രമല്ല, അതൊരു പഠിപ്പിക്കാനുള്ള തന്ത്രം കേട്ടോ. പഠന നേട്ടം എന്താണ് അവർക്ക് കിട്ടേണ്ടത് എന്നുള്ളത് കേട്ടോ. അത് നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല കേട്ടോ. നിരീക്ഷണ കുറിപ്പുകൾ ഓരോ ക്ലാസ്സിലും നമ്മൾ നിരീക്ഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ നിരന്തര വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനിയും പ്രക്രിയാശേഷികൾ ഉൾപ്പെടാത്ത ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് വേണം പോകാൻ. കറണ്ട് ആണ്. നിരീക്ഷണം, വർഗീകരണം, പരീക്ഷണം, പഠന നേട്ടം ഏതാണ്? നമ്മുടെ പ്രക്രിയാശേഷികൾ ഉൾപ്പെടാത്തത് പഠന നേട്ടം കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പഠന നേട്ടമാണ് നിരീക്ഷണ ശേഷികളിൽ അല്ലെങ്കിൽ പ്രക്രിയാശേഷികളിൽ ഉൾപ്പെടാത്തത്, പ്രോസസ് സ്കില്ലിൽ ഉൾപ്പെടാത്തതാണ് നമ്മുടെ പഠന നേട്ടം. ബാക്കി നിരീക്ഷണം, വർഗീകരണം, താരതമ്യം ചെയ്യൽ, തരംതിരിക്കൽ, വർഗീകരിക്കൽ, സാമാന്യവൽക്കരിക്കൽ ഇതെല്ലാം തന്നെ നമ്മുടെ പ്രോസസ് സ്കിൽസിനകത്തുള്ള കേട്ടോ, പ്രക്രിയാശേഷിക്കകത്തുള്ളതാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 എന്താണ് സൂചിപ്പിക്കുന്നത്? ആർട്ടിക്കിൾ 24 തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനമാണോ, വിദ്യാഭ്യാസ അവകാശമാണോ, ബാലവേല നിരോധനമാണോ, ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യമാണോ? ഏതാണ്? നമ്മുടെ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ കേട്ടോ, ഓർത്തിരിക്കണം. ബാലവേല നിരോധനമാണ് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 24 സൂചിപ്പിക്കുന്നത് കേട്ടോ. ബാലവേല നിരോധനമാണ്. ഇനിയും ചുവടെ നൽകിയ ഹാരപ്പൻ സംസ്കാരത്തിലെ നാഗരികത കേന്ദ്രമേത്? നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും ക്ലാസ്സിൽ പറഞ്ഞ അല്ലേ, ഓരോ സംസ്കാരത്തിൻ്റെ നാഗരിക കേന്ദ്രങ്ങൾ. ഉറുക്കാണോ, മോഹൻജദാരോയാണോ, സുസയാണോ? ഏതാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ? മോഹൻജദാരോ കേട്ടോ, ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ്, നോക്കണം. അടുത്തത്, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ പൊതുവെ അനുഭവപ്പെടുന്നത് ഏതാണ്? പർവ്വത മഴയാണോ, സംവഹന മഴയാണോ, ബോർഡർ മഴയാണോ, വാതമുഖ മഴയാണോ? ഇക്വറ്റോറിയൽ റീജിയനിലുണ്ടാകേണ്ടത് അവിടെ കൺവെൻഷണൽ റെയിൻ, സംവഹന മഴയാണ് അവിടെ ഉണ്ട്. നമുക്കറിയാമല്ലോ സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെൻഷൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻ. അപ്പോൾ അതിനകത്ത് സംവഹനം അല്ലേ, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മൂലം എന്താണ് നമ്മുടെ ഇതുണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? സംവഹന മഴയാണ് അവിടെ ഉണ്ടാവേണ്ടത് കേട്ടോ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ മ്യൂസിയ സന്ദർശനം എന്ത് പഠന പ്രവർത്തനമാണ്? മ്യൂസിയ സന്ദർശനം സെമിനാറാണോ, ഫീൽഡ് ട്രിപ്പാണോ, പരീക്ഷണമാണോ, സംവാദമാണോ? മ്യൂസിയം പോയി സന്ദർശിക്കുകയാണെങ്കിൽ എന്താണത്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫീൽഡ് ട്രിപ്പ് അല്ലേ. ഫീൽഡ് ട്രിപ്പാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മ്യൂസിയം സന്ദർശനം, അതുപോലെ തന്നെ പരിസ്ഥിതി നിരീക്ഷണം, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കാണാൻ പോവുക, പഴയ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോയി കാണുക. ഇതെല്ലാം എന്താണ്? നമ്മുടെ
ഫീൽഡ് ട്രിപ്പിനകത്ത് വരുന്നതാണ് കേട്ടോ. അടുത്തത് നീതി ആയോഗിൻ്റെ അധ്യക്ഷനാണ്. കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കറണ്ട് ക്വസ്റ്റ്യൻ ആണ്, റിലവൻ്റ് ആണ്. GK ആണ്, കറണ്ടായിട്ട് ഒരുപാട് ആവർത്തി ചോദിച്ചതാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷനാരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണോ, ധനകാര്യമന്ത്രിയാണോ, പ്രധാനമന്ത്രിയാണോ, ഉപരാഷ്ട്രപതിയാണോ? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. കണ്ടില്ലേ നമ്മുടെ നീതി ആയോഗിൻ്റെ തൊട്ട് താഴെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പടം വെച്ച് വരുന്നത്. അപ്പം നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സോഷ്യൽ എന്നുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ തിരിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ തിരികെ വരുവാണ്. 60 ക്വസ്റ്റ്യനോളം നമ്മൾ സോഷ്യലിനകത്ത് നമ്മൾ കണ്ടു. കഴിഞ്ഞ വട്ടം ചോദിച്ച കേട്ടോ, കഴിഞ്ഞ റിലവൻ്റ് ആയിട്ടുള്ള പരീക്ഷാ പേപ്പർ ചോദിച്ച സോഷ്യലിൽ 60 ചോദ്യം ചെയ്തു കേട്ടോ. അപ്പം നോക്കിയിട്ട് വേണം പോകാൻ. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കി, പറഞ്ഞില്ലേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആണെന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. അപ്പം ഓർത്തിരിക്കണം, നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് വന്ന വർഷം അറിയാവോ? വന്ന വർഷം 2015 കേട്ടോ. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു കേട്ടോ. അതിൻ്റെ അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രിയാണെന്നും ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഈ പറയുന്നത് സയൻസും ഉണ്ട്, മാത്സും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരാം. അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് സയൻസും മാത്സും നിങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ. സോഷ്യൽ പിന്നെ നമുക്ക് കറണ്ടായിട്ട് വായിച്ചാൽ കിട്ടുമല്ലോ. സയൻസും മാത്സും കുറച്ചും കൂടി നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ അയച്ചിട്ട് തരാം. അതിൻ്റെ വൈകിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ വൈകിട്ട് കാണാം. താങ്ക് യു.